Hello everyone, welcome back to Nazi Notes. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU 2019 സ്കീം 7th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗിലെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് സേഫ്റ്റിയും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ളൊരു റിലേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. എന്താണ് സേഫ്റ്റി, എന്താണ് പ്രൊഡക്ടിവിറ്റി എന്നെല്ലാം സേഫ്റ്റി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സേഫ്റ്റിയും പ്രൊഡക്ടിവിറ്റിയും എങ്ങനെയാണ് റിലേഷൻ വരുന്നത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, സേഫ് എൻവയോൺമെന്റ്സ് മിനിമൈസ് ലോസ്റ്റ് വർക്കിംഗ് അവേഴ്സ്. അതായത് ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് സേഫ് ആണെങ്കിൽ അവിടെ ലോസ്റ്റ് വർക്കിംഗ് അവേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയും. എന്താണ് ഈ ലോസ്റ്റ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ എന്തെങ്കിലും ആക്സിഡൻസോ ഹസാർഡ്സോ ഉണ്ടായാൽ അവിടെ കുറച്ച് സമയത്തേക്ക് വർക്കിംഗ് നിർത്തിവെക്കും, അല്ലേ? നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ അവിടെ വർക്കിംഗ് അവേഴ്സ് ലോസ്റ്റ് ആവുകയാണ്. അതിനെയാണ് ലോസ്റ്റ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ ഡൗൺ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ കീ ടു മെയിൻറ്റെയിൻ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കീ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഡൗൺ ടൈം ആണ്. ഇഞ്ചുറീസ് വിൽ ലീഡ് ടു ലോസ്റ്റ് പ്രൊഡക്ടിവിറ്റി ഇൻ എനി വർക്ക് പ്ലേസ്. അതായത് ഒരു വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ ആക്സിഡൻസോ ഉണ്ടായാൽ ആ വർക്ക് പ്ലേസിലെ പ്രൊഡക്ടിവിറ്റി ലോസ് ആവും. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്ത് വേണം? സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു സേഫ്റ്റി പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സേഫ് വർക്ക് പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് ആണ്. നമുക്ക് കുറച്ച് ചിലവുള്ള കാര്യമാണത്. എന്നിരുന്നാലും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഓൺ എംപ്ലോയി ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എംപ്ലോയീസിന് എല്ലാവർക്കും PPE കിറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയാണ്. ഫോർ എക്സാമ്പിൾ, അങ്ങനെ പറയുമ്പോൾ നമുക്കത് കുറച്ച് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ റിക്വയർഡ് ആണ്, അല്ലേ? നമുക്ക് കുറച്ച് ചിലവുള്ള കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ കുറച്ച് പൈസ ചിലവാക്കിയാലും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഓൺ എംപ്ലോയി ഹെൽത്ത്. അതായത് ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ കൂടുതൽ സേഫ് ആയിരിക്കും, അവർ കൂടുതൽ വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ദേ ആർ മോർ റിലയബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ ലോസ്റ്റ് വർക്കിംഗ് അവേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നതാണ് ഈ പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സേഫ്റ്റി കൾച്ചർ അറ്റ് വർക്ക് മേക്സ് ഫോർ എൻഗേജ്ഡ് എംപ്ലോയീസ്. അതായത് ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ സേഫ്റ്റി കൾച്ചർ കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, വർക്കിൽ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് സേഫ്റ്റിയും പ്രൊഡക്ടിവിറ്റിയും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ വർക്കിംഗ് എൻവയോൺമെന്റിൽ ഒരു സേഫ്റ്റി കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, a study by Lockheed Martin of their Paducah plant found that by developing a safety culture, they were able to increase employee productivity by 24% and reduce factory cost by 20%. അതായത് ലോക്ഹീഡ് മാർട്ടിൻ പാതുക പ്ലാന്റിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പോൾ അവിടെ അവരൊരു സേഫ്റ്റി കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സേഫ്റ്റി കൾച്ചർ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് അവിടെയുള്ള എംപ്ലോയി പ്രൊഡക്ടിവിറ്റി 24% ഇൻക്രീസ് ചെയ്യാനും ഫാക്ടറി കോസ്റ്റ് 20% റെഡ്യൂസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. അതായത് അവിടെ പറയുന്നത് ലോക്ഹീഡ് മാർട്ടിൻ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് ദ മേജർ റീസൺ ഫോർ ദെയർ ഇൻക്രീസ് വാസ് ദെയർ ഫോക്കസ് ഓൺ റെഡ്യൂസിങ് എറേഴ്സ് ദാറ്റ് ലീഡ് ടു ജോബ് ഹസാർഡ്സ് ആൻഡ് ആക്സിഡൻസ്. അതായത് ഈ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി 24% ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ വർക്കിംഗ് എൻവയോൺമെന്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജോബ് ഹസാർഡ്സ് അല്ലെങ്കിൽ ആക്സിഡൻസ് എന്ത് എറർ കാരണമാണോ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ എറേഴ്സിനെ റെഡ്യൂസ് ചെയ്യുക എന്നതിൽ അവർ ഫോക്കസ് ചെയ്തു. അതാണ് അവർ കൊണ്ടുവന്ന സേഫ്റ്റി കൾച്ചർ. ആ ഒരു സേഫ്റ്റി കൾച്ചർ കൊണ്ടുവന്നത് കൊണ്ട് അവിടെയുള്ള എംപ്ലോയി പ്രൊഡക്ടിവിറ്റി 24% ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ആ സ്റ്റഡിയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ ചെയ്തത്? സേഫ് ജോബ് പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു, ട്രെയിനിങ്, എക്സ്റ്റെൻസീവ് ട്രെയിനിങ് കൊടുത്തു, എംപ്ലോയീസിന് നല്ല ട്രെയിനിങ് കൊടുത്തു. അതുപോലെ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരെ പ്രീ വർക്ക് പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ മറ്റ് ഓഡിറ്റിംഗ്, ഓൾ സേഫ്റ്റി പ്രോസസ്സസ് എല്ലാം ഓഡിറ്റിംഗ് ചെയ്ത്, അതായത് ആ ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും എങ്ങനെയാണ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സ്പെൻസ് റിഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു.
അങ്ങനെ അത്രയും അവരെ പ്രാപ്തരാക്കിയിരുന്നു ഈ ഒരു സേഫ്റ്റി കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഇങ്ങനെ ഒരു സേഫ്റ്റി കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്താൽ കുറച്ചും കൂടെ വർക്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഒന്നുമില്ല, സേഫ്റ്റിയെ കുറിച്ചുള്ള ഒരു അറിവ്, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ബോത്ത് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്, വർക്ക് ചെയ്യുന്നവർക്കും വർക്ക് ചെയ്യിപ്പിക്കുന്നവർക്കും, ആ മാനേജ്മെന്റിനും രണ്ട് കൂട്ടർക്കും സേഫ്റ്റി, അപ്ഡേറ്റഡ് സേഫ്റ്റി ഇൻഫർമേഷനും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് സക്സസും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ഒരുപാട് ഗ്രേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഗ്രേറ്റ് ഓപ്ഷൻസ് ഫോർ ഓൺലൈൻ സേഫ്റ്റി ട്രെയിനിങ്ങിനുള്ള ഗ്രേറ്റ് ഓപ്ഷൻസ് ആണ് US-ലുള്ള OSHA ആൻഡ് നാഷണൽ സേഫ്റ്റി കൗൺസിൽ, അതുപോലെ കാനഡയിലെ CCOHS എന്ന് പറയുന്നത്. പക്ഷേ ഇൻ അഡീഷൻ ടു ദീസ് ഗ്രേറ്റ് റിസോഴ്സസ് നമുക്ക് കുഞ്ഞു രീതിയിലുള്ള സെമിനാർസോ എഡ്യൂക്കേഷൻസോ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതുപോലെ എംപ്ലോയീസിനും മാനേജ്മെന്റിനും എല്ലാം സേഫ്റ്റിയെ കുറിച്ച് അപ്ഡേറ്റഡ് സേഫ്റ്റി ഇൻഫർമേഷനും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്ത് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, thereby increasing the productivity. Okay. Fourth point, safe work practices and safe job procedures. എന്താണ്? ഒന്നുമില്ല, സേഫ് ആയിട്ടുള്ള വർക്കിംഗ് പ്രാക്ടീസസ്, ജോബ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരിക. ഇവിടെ പറയുന്നത് ദി ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അസോസിയേഷൻ ഇൻ ഒൻറ്റാരിയോ. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ അവർ നേരിടുന്ന റിസ്ക് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്താണോ അത് മെൻഷൻ ചെയ്യുക. അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള സേഫ് വർക്ക് പ്രാക്ടീസസ് അല്ലെങ്കിൽ സേഫ് ജോബ് പ്രൊസീജിയേഴ്സ് എന്താണോ അതും അവർ പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഹസാർഡ്സ് എന്താണോ, അവർക്ക് അവരുടെ കമ്പനി നേരിടുന്ന ഹസാർഡ്സ് എന്താണോ ആ ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് അപ്രോച്ചാണ് ആ കമ്പനി എടുത്തത് എന്നുള്ളതും അതിൽ റിഫ്ലക്റ്റ് ആവും എന്നാണ് അവർ പറയുന്നത്. ആൻഡ് നമ്മളൊരു വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള വർക്ക് പ്രൊസീജിയേഴ്സ്, ജോബ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നാൽ ദേ കുഡ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി എംപ്ലോയീസ്. അവിടുത്തെ വർക്കേഴ്സിനെയും എൻവയോൺമെന്റിനെയും എക്വിപ്മെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യാം. അവർക്ക് ഉണ്ടായേക്കാവുന്ന ഹാംഫുൾ റിസ്കിൽ നിന്നും അവരെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ സേഫ് വർക്ക് പ്രാക്ടീസസിന് അല്ലെങ്കിൽ സേഫ് ജോബ് പ്രൊസീജിയേഴ്സിന് സാധിക്കും എന്നതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സേഫ് എംപ്ലോയീസ് ആർ ഹാപ്പിയർ ആൻഡ് എൻഗേജ്ഡ് ഇൻ ദെയർ വർക്ക്. അതായത് സേഫ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയീസ് കുറച്ചും കൂടെ വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കും. സ്വാഭാവികം, നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മൂഡ് ഓക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ മൂഡ് അത്ര പോരാ, നമ്മൾ അത്ര ഹാപ്പി അല്ല എങ്കിൽ അത് വർക്കിനെ എഫക്റ്റ് ചെയ്യും, അല്ലേ? അത്രയേ ഉള്ളൂ ഇവിടെയും പറയുന്നത്. സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് often go hand in hand with ideal operational conditions. വർക്കിംഗ് കണ്ടീഷൻ സേഫ് ആണെങ്കിൽ ഓപ്പറേഷണൽ കണ്ടീഷൻസും ഐഡിയൽ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ വർക്കിംഗ് പ്ലേസ് സേഫ് ആണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് അവരുടെ വർക്കിൽ ഫോക്കസ് ചെയ്യും. അതല്ല, അവിടെ വർക്കിംഗ് പ്ലേസ് സേഫ് അല്ല എങ്കിൽ ആ വർക്കിംഗ് പ്ലേസിൽ ഉണ്ടായേക്കാവുന്ന ഹസാർഡ്സ് എന്താണോ, ഡേഞ്ചർ സിറ്റുവേഷൻ എന്താണോ അവർ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേസമയം അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഹസാർഡിങ് സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നാണെങ്കിൽ ആ വർക്കേഴ്സ് അവരുടെ വർക്കിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലേ? അതെങ്ങനെയാക്കാം? കീപ്പിംഗ് എ ക്ലീനർ. അവിടുത്തെ വർക്കിംഗ് പ്ലേസ് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിൽ അവിടെ സേഫ്റ്റി ഹസാർഡ്സ് കുറവായിരിക്കും. അങ്ങനെ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Many studies have shown a link between health and safety and happiness at work and employee productivity. Health, safety, പിന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഹാപ്പിനെസ്, അവരുടെ പ്രൊഡക്ടിവിറ്റി, ഇതെല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അല്ലേ? ഹെൽത്തും സേഫ്റ്റിയും എല്ലാം ഓക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് ഹാപ്പിയർ ആയിരിക്കും. ഹാപ്പിയർ ആയിട്ടുള്ള എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ അവിടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. To finish bringing things full circle, engaged employees are also more likely to be safe at work. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത്, സേഫ്റ്റി, എംപ്ലോയീസിൻ്റെ ഹാപ്പിനെസ്, അവരുടെ പ്രൊഡക്ടിവിറ്റി, ഇതെല്ലാം തമ്മിലൊരു ലിങ്ക് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ് എന്നതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഓക്കെ,
Then last point, productivity and safety, two sides of the same coin. Productivity, safety രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടും തമ്മിൽ റിലേറ്റഡ് ആണ്. സേഫ്റ്റി ഉണ്ടെങ്കിലേ പ്രൊഡക്ടിവിറ്റി ഉള്ളൂ, സേഫ്റ്റി ഇല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇല്ല. സേഫ്റ്റി കൂടിയാലേ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു സേഫ്റ്റി ലൈൻ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് എന്തുകൊണ്ടും ആ ഓർഗനൈസേഷന് ബെനിഫിറ്റേ ഉണ്ടാവുകയുള്ളൂ. സേഫ്റ്റി കൊണ്ടുവന്നാൽ അവിടെയുള്ള ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹെൽത്തും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ദെയർബൈ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സേഫ്റ്റി ലൈൻ ഇംപ്ലിമെന്റ് ചെയ്താൽ ഒരു ഓർഗനൈസേഷൻ അത് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. സേഫ്റ്റിയും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സേഫ്റ്റിയും പ്രൊഡക്ടിവിറ്റിയും റിലേറ്റഡ് ആണ്. സേഫ്റ്റി ഉണ്ടെങ്കിലേ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം മെഷേഴ്സ് സ്വീകരിക്കണം, എങ്ങനെ അത് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.